Hello everyone, welcome to my YouTube channel in Guitar. I am Varun. Here is a Malayalam film song in the notes I am sharing. Thankathingal Kiliyayi ennu parayunna oru palaye hit gaanamanu. Adinte tutorial video aanu. Hope ningalkku ee video kande ningalude guitar vaikkan കഴിയുമെന്ന് വിചാരിക്കുന്നു. So happy learning. So ഇതിന്റെ അനുപല്ലവിയായ ദൂരെ ആരോ പാടുകയാണ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ നോട്ടിൽ നിന്നാണ്. സി നിന്ന് ഹൈ പിച്ച് ആയ സി. ഒന്നുകൂടെ ഞാൻ നോട്ട്സ് പറയാം. തേർഡ് സ്ട്രിംഗിൽ സി. ആക്ച്വലി ഇതിനകത്ത് കുറേ ഷാർപ്പ് നോട്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് സി. തേർഡ് സ്ട്രിംഗിൽ സി, ഡി, സെക്കൻഡ് സ്ട്രിംഗിൽ ഇ, എഫ്, ഇത് ജി, എ, ബി, സി. ഫസ്റ്റ് സ്ട്രിംഗിലാണ് എ, ബി, സി. സോ പാട്ട് ഇവിടെ ഹൈ പിച്ചിൽ ദൂരെയായിട്ടോ. സോ ദൂരെ ആരോ എന്ന് പറയുന്നത് സി, ബി, എ. ഇത്രയും നോട്ട്സേ വരുന്നുള്ളൂ. ഇതാണ് നമ്മൾ ആ സ്റ്റൈലിൽ വായിക്കുന്നത്. ഇതാണ് ദൂരെ. സിയും ബിയും ഏറ്റവും അവസാനത്തെ ഒരു നോട്ട് മാത്രം ബി ആണ്. ആരോ എന്നുള്ളത് എയും ബിയും ആണ്. സി, ബി, ദിസ് ഇസ് ഡി. അത് ഡി ആണ്. ഡിയിലേക്ക് പോകും. ഇത് എഫ് ഷാർപ്പാണ്. ഇപ്പോൾ ജി എഫ് ഷാർപ്പ് വരും. സോ ജി എഫ് ഷാർപ്പ് എ. സോ ഇതെന്ന് പറയുന്നത് ജി എഫ് ഷാർപ്പ് ഇ ഡി സി. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. അതായത് സി ബി എ നേരെ ബി തന്നെ വന്ന് നിൽക്കും. ഇതെന്ന് പറയുന്ന ഹൈ പിച്ചിലെ ഡിയുടെ വരും. ബാക്കി നേരത്തെ നമ്മൾ വായിച്ച നോട്ടുകൾ തന്നെയാണ്. എന്ന് പറയുന്നത് എഫ് ഷാർപ്പ് ജി എ. എന്ന് പറയുന്നത് ജി എഫ് ഇ ഡി സി. ഇവിടെ ഒന്ന് നിൽക്കും സിയിൽ. ഈ ഒരു നോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്ന് നിർത്തുകയാണ്. അടുത്താണ് ഇതെന്ന് പറയുന്നത് താഴത്തെ പിച്ചായ ബി ആണ്. ബിയും സിയും ഇവിടെ വേണമെങ്കിലും വായിക്കാം. അതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റൈല്, കുറച്ചുകൂടെ കേൾക്കാൻ നല്ല രസം ഈ ഒരു സ്ട്രിങ്ങിൽ തന്നെയാണ്. സെക്കൻഡ് സ്ട്രിങ്ങിൽ ഇതിനകത്ത് വരുന്ന നോട്ട് എന്ന് പറയുന്നത് ബി, സി, ഡി, ഇ, എഫ്. ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബി, ഡി, ബി, സി. സോ ബി, സി, ഡി, ഡി, ഇ വരും. ബി, സി, ഡി, ഇ. ആ നാളം എന്ന് പറയുന്നത് തന്നെ സിയിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എഫിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അത് ഇയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അത് വീണ്ടും വരും. ഇതായത് രണ്ടാമതിൽ ചെറിയ മാറ്റമുണ്ട്. തൊട്ടപ്പുറത്തെ പിച്ച് വരും. നേരത്തെ വന്നത് എഫിൽ വന്ന് എഫിൽ തൊട്ടിട്ട്, അതായത് നേരെ സിയിൽ നിന്ന് എഫിൽ വന്നു ഇയിലേക്ക് പോയി. ഇവിടെ സിയിൽ നിന്ന് തുടങ്ങി ജിയിൽ വന്ന് എഫ് ഷാർപ്പിൽ വന്ന് നിൽക്കും. ഇങ്ങനെ നേരത്തെ ഇതായിരുന്നു വന്നിരുന്നത്. ഇത് ഇവിടെ
അതായത് എഫ് ഇ ആയിരുന്നെങ്കിൽ ഇവിടെ ജി എഫ് ഷാർപ്പായി. പിന്നീട് ശിശിരംബരം എന്നുള്ളത് നേരെ ഈ നോട്ടാണ്, എഫ് ഷാർപ്പ് ജി, എഫ് ഷാർപ്പ് ജി എ. സോ എഫ് ഷാർപ്പ് ജി എ ജി എഫ് ഷാർപ്പ്. അത്രയും ആ നോട്ടിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത്. അതായത് എഫ് ഷാർപ്പ് ജി എ. നനയുമ്പോൾ എന്നുള്ളത് എഫ് ജി ബി സി വരും. എന്ന് പറയുന്നത് ജി ജി ഡബിൾ ജി ബി സി. ഈ തിത്തന തിത്ത എന്ന് പറയുന്നത് നേരെ ഇത് ഇപ്പം സി ബി സി ബി എ ജി. ഇതെന്ന് പറയുന്നത് ബിയും ഡിയും ബിയും ആണ്. എന്ന് പറയുമ്പോൾ ഈ നോട്ട് എന്ന് പറയുന്നത് സി ബി ജി എഫ്. ഇത് ബിയും ഇയും ആണ്, നേരെ സീലും ആയിരിക്കും. നേരത്തെ അതേ നോട്ട് തന്നെ വരും, എക്സെപ്റ്റ് നേരെ താഴോട്ട് പോകത്തില്ല. ഈ ജിയിലും എയിലുമായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് നേരെ തങ്കത്തിങ്കളിലേക്ക്. അനുപല്ലവി എങ്ങനെ വരും എന്നോട് നോക്കാം. ഇങ്ങനെ വരും. ഇനി അടുത്തത് ഇങ്ങനെ നമുക്ക് പ്രാക്ടീസിലൂടെ കൂടുതലത് വായിക്കാൻ കിട്ടും. ഇതിൻ്റെ ഒരു ഒറിജിനൽ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.